ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി പഴങ്കഞ്ഞി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിയുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ശരിക്കും ഒരു ദിവസം ഫുള്ള് എനർജി കിട്ടുന്നൊരു ഭക്ഷണമാണിത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് പാടത്തും പറമ്പിലൊക്കെ പണി ചെയ്യുന്ന ആളുകൾ ഇത് രാവിലെ കഴിച്ച് പണിക്ക് പോയിരുന്നത്. പഴങ്കഞ്ഞി ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും കഴിക്കാൻ താല്പര്യമാണ്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ശരിക്കും കപ്പ ഉടച്ചതും മീൻ മുളകിട്ടതുമാണല്ലോ ചേർത്ത് കഴിക്കുന്നത്. അപ്പം 3-4 കറികൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സ്കിന്നിൻ്റെ തിളക്കത്തിനൊക്കെ ഇതിലും വലിയൊരു ഭക്ഷണം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കി ബാക്കി വന്ന ചോറ് രാത്രി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് വെള്ളത്തിലിടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉടയണ പ്ലേറ്റിൽ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. പണ്ടുള്ളവരൊക്കെ ഇതുപോലെ മൺചട്ടിയിൽ ഇത് ഇട്ട് വെച്ചിട്ട് ഉറിയിൽ കെട്ടി തൂക്കിയിടും രാത്രി ഫുള്ള്. അങ്ങനെയാണ് ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത് പറയുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 2-3 ഉള്ളിയും ഒരു പച്ചമുളക്, ഇവിടെ ഉണ്ടായ പച്ചമുളക്, അത് അപ്പോൾ അല്പം പഴുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചതച്ചിട്ട് കല്ലി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ചോറ് നികക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം വേണ്ട, ചോറ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഇതിൽ ചതച്ചിടുമ്പോൾ ശരിക്കും ഇതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇതിൽ രാത്രി ഫുള്ളിരിക്കുകയാണല്ലോ അടച്ചു വെച്ചിട്ട്. പിന്നെ രാവിലെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഇത് പുളിച്ചു വന്നിട്ടുണ്ടാവും. ഇതുപോലെ പുളിച്ച് വരുമ്പോഴാണ് ഈ പഴങ്കഞ്ഞിയുടെ ഗുണങ്ങൾ കിട്ടുന്നത് അല്ലേ. ലാക്റ്റിക് ആസിഡും അതുപോലെ അയണിൻ്റെ അളവൊക്കെ അത് കൂടുതലായിരിക്കും ഇതിൽ. ശരിക്കും ഈ ഒരു മൺചട്ടിയിൽ തന്നെ നമുക്ക് അല്പം തൈരും ഒരു മുളകും കൂടി ഇട്ടൊന്ന് തിരുമ്പി ഒന്ന് കലക്കിയിട്ട് നമുക്കിത് കോരി കുടിക്കാം. ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഭക്ഷണമല്ലേ. അപ്പോൾ ഇത് ഇടയ്ക്കെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മൾ. ഞാനിപ്പോൾ ഇത് പഴങ്കഞ്ഞി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു മൺചട്ടിയിലേക്ക് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച ചോറ് ആവശ്യത്തിന് കോരിയിട്ടിട്ട് വെള്ളത്തോടുകൂടെ കോരിയിടുന്നതാണ് നല്ലത് കേട്ടോ. ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ഒഴിച്ചിട്ട് ബാക്കി ഞാനിപ്പോൾ നല്ല അയില, നല്ല എരിവിൽ മാങ്ങയിട്ട് മുളകിട്ട് വറ്റിച്ച അയിലയാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചാറോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും തൈരും ഈ കാന്താരിയും കൂടി ഇട്ട് അങ്ങോട്ട് ഞെരടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൂർക്കയുടെ സീസണല്ലേ. നല്ല ഇടിച്ച മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ്. പിന്നെ ചമ്മന്തിപ്പൊടി, നല്ല എരിവുള്ള ചമ്മന്തിപ്പൊടി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പിന്നെ അല്പം ഗമക്ക് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും ഒരു പച്ചമുളകും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പഴങ്കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി ഇതിൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ മെയിൻ മുളകിട്ടയിൽ നിന്ന് ഈ അയിലയുടെ പീസൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ശരിക്കും ഇത് ഉണക്കമീൻ വറുത്തത് ഇതിന് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്, കൈ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഈ ഉള്ളിയും ഈ പച്ചമുളകും കൂടെ നല്ലോണം ഒന്ന് ഞെരടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിന് ശേഷം നമുക്ക് ഈ തൈരും ഈ കറികളും എല്ലാം കൂടെ തന്നെ കൈ കൊണ്ട് തന്നെയാണ് ശരിക്കും ഇത് നമ്മൾ കുഴച്ച് കഴിക്കേണ്ടത്. നമ്മളെ കൈയല്ലേ, നമ്മൾ തന്നെയാണ് കഴിക്കുന്നതും. അപ്പോൾ അത് നല്ലോണം അതിൻ്റെ തനതായ രുചി കിട്ടണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഞെരടി ഈ കഞ്ഞിയിൽ ഇട്ട് യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വാരി കഴിച്ചു നോക്കിയേ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഇതിന് പകരം വെക്കാൻ വേറൊരു ഭക്ഷണമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇതിൻ്റെ ഒപ്പമുള്ള കപ്പപ്പുഴുക്കും ഈ കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനൊപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. കപ്പപ്പുഴുക്ക് തയ്യാറാക്കാൻ നമുക്ക്, ഞാനിപ്പോൾ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഞാനിപ്പോൾ ഒരു കലത്തിലിട്ടാണ് വേവിക്കുന്നത്. നല്ലോണം തന്നെ കഴുകിയതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട്
അല്പം മഞ്ഞൾപ്പൊടി കൂടെ വേണമെങ്കിൽ ഇതിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന കാരണം കൊണ്ടാണ് ഞാൻ കലത്തിലിട്ട് വേവിക്കുന്നത്. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമുക്ക്. അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയും, പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും, ചെറിയ പീസ് ഇഞ്ചിയും, 3-4 പച്ചമുളകും. ഇതിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി മിക്സിയിലിട്ടിട്ട്. ഇതിലേക്ക് അല്പം 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കപ്പ വേവിച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർത്ത് അരക്കുന്നുണ്ട്, അതിനൊരു പ്രത്യേക രുചിയായിരിക്കുള്ളൂ ഈ കപ്പ ഉടച്ചതിന്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കപ്പ ഏകദേശം വേവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് വേണി നേരത്തെ ഇട്ട് കൊടുക്കാട്ടെ. ഞാൻ എപ്പോഴും കപ്പ ഒരു പകുതി വേവാകുമ്പോഴാണ് ഉപ്പ് ഇടാറുള്ളത്. വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഈ തേങ്ങ ഞാൻ ഒന്ന് ഒതുക്കിയെടുത്തത് അതും റെഡി ആയിട്ടുണ്ട്. കപ്പ നമ്മൾ പല രീതിയിൽ ഉടച്ചെടുക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് തേങ്ങയൊക്കെ ചേർത്ത് പുഴുക്കുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കഴിക്കാൻ. അപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലത്. ഇനി കടുകും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ തന്നെ നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നതാണെങ്കിലും 1-2 പേര് എൻ്റെ അടുത്ത് ഇത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു മീൻ മുളകിട്ടപ്പോൾ ഇതുപോലെ കപ്പയുടെ ഉടച്ചത് കാണിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഈ ചതച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ എപ്പോഴും വേവിക്കുമ്പോൾ നല്ല വെള്ളത്തിൽ വേവിച്ച് ഊറ്റി വെക്കണമല്ലോ. അതിന് ചെറിയൊരു കട്ടുണ്ടാവും ചിലതിന്. പക്ഷെ ഇത് നല്ല കപ്പയായിരുന്നു കേട്ടോ. അത് പെരുമ്പാവൂർ കപ്പയാണത്, പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. കപ്പ ഇങ്ങനെ പുഴുക്കുണ്ടാക്കുമ്പോൾ നല്ലോണം വേവണം, അപ്പോഴാണ് നല്ല മിക്സായി കുഴഞ്ഞിരിക്കും. വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഇതിൽ ഒഴിച്ചിട്ട് മല്ലിയിലയും കൂടെ വിതറി കൊടുത്താൽ, എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഒന്ന് എല്ലാ മസാലകളൊക്കെ ഇതിലൊക്കെ പച്ചപ്പൊക്കെ മാറി ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് കണ്ടോ. അതുപോലെ നല്ല കുഴഞ്ഞ് വരണം ഈ കപ്പപ്പുഴുക്ക് കഴിക്കുമ്പോൾ. ഇത് ശരിക്കും മീൻ മുളകിട്ട് കൂടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. വെറുതെ നമുക്കിപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇപ്പോൾ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം പാകത്തിനാണെന്നത്. ഇപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉപ്പ് ബാലൻസ് ആണോ എന്ന് നോക്കണം. ഇതിപ്പോൾ കപ്പപ്പുഴുക്ക് നമ്മൾ ഇതുപോലെ ഞാനൊരു വാഴയില എടുത്ത് അതിലേക്ക് വിളമ്പിയിട്ട് ശരിക്ക് നല്ല മുളകിട്ട മീൻകറി കൂട്ടി ഒഴിച്ച് കഴിക്കുന്നത് കാണിക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഈ കപ്പപ്പുഴുക്കിൻ്റെ. ഈ സെയിം തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു പഴഞ്ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മീൻകറി കണ്ട മീൻ മുളകിട്ടും കൂട്ടി ഇതുപോലെ ഉടച്ച് കഴിച്ചാൽ എന്താ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ കൂർക്ക എളുപ്പത്തിൽ എങ്ങനെ തൊലി കളഞ്ഞെടുക്കാമെന്ന് കാണിക്കുന്നത്. സാധാരണ കൂർക്ക തൊലി കളയാൻ എല്ലാവർക്കും മടിയാണ്, കയ്യിലൊക്കെ കറയാവുന്ന കാരണം കൊണ്ട്. കൂർക്ക നമുക്കൊരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലോണം തിരുമ്പി കഴുകണം. അപ്പോൾ അതിൽ ചെളികളൊക്കെ പോകും. അങ്ങനെ കഴുകി കഴിയുമ്പോൾ ഒന്ന് ക്ലീനായി വരും കണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കയ്യിലൊന്നും അധികം കറ പിടിക്കില്ല. പണ്ടൊക്കെ കൂർക്ക എളുപ്പത്തിൽ തൊലി കളഞ്ഞിരുന്നത് തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് താഴെ വെച്ചിട്ടൊന്ന് അടിക്കും, അതല്ലെങ്കിൽ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞ് എടുക്കും. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് എളുപ്പത്തിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരല്പം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി. നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് ഉള്ളിയും, കുറച്ച് ചുവന്നുള്ളിയും, കുറച്ച് വെളുത്തുള്ളിയും, അതുപോലെ ഉണക്കമുളകും, നല്ല എരിവിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ചേർക്കണം. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കണത് നല്ലതാണത്. കൂർക്കയൊക്കെ ഉപ്പേരിയാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചു കൊടുക്കണം, അതാണ് കുറച്ച് ടേസ്റ്റ് കൂടുള്ളൂ. അത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ കാണിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നപ്പോൾ ഇടിച്ച മുളക്, ഞാൻ കുറച്ച് എരിവ് അധികത്തിന് വേണ്ടി കുറച്ച് അധികം മുളക് എടുത്തിട്ടുണ്ട്. കൂർക്കയിൽ ഇത്തിരി എരിവുള്ളത് നല്ലതാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നല്ല എരിവിൽ തന്നെ വേണമല്ലോ. അപ്പോൾ അത് നല്ല ഒരു വിസിലടിച്ചപ്പോഴത്തേനും കുക്കറിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കൂർക്ക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിലേക്ക് ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം വറ്റിച്ച്, ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂർക്കയുടെ സീസണാണ്. അപ്പോൾ ഓരോ സീസണിലും കിട്ടുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കാൻ നോക്കണം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ
കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനെല്ലാം തലേ ദിവസമുണ്ട് ഇത് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയാൻ മറന്നുപോയി. ഈ മുളകിട്ടതും എല്ലാ കറികളും ഞാൻ തലേ ദിവസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴങ്കഞ്ഞിക്കൊക്കെ എപ്പോഴും തലേ ദിവസത്തെ മീൻകറി കറികളൊക്കെ അല്ലേ നല്ലത് അല്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.